യുവവാണി. വാടകയ്ക്കൊരു മാവെടുക്കാം. റെന്റ് ട്രീ എന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഉമേഷ് ദാമോദരൻ സംസാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒരു കർഷക രാജ്യമാണെന്ന് പറയും. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് കർഷകരാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണമാണ് നമ്മെ എല്ലാവരെയും രാജ്യത്തെ തന്നെ ഇങ്ങനെ നിലനിർത്തുന്നത്. പക്ഷേ പലപ്പോഴും കർഷക ആത്മഹത്യയും അല്ലെങ്കിൽ കൃഷിനാശവും ഒക്കെയാണ് നമ്മൾ പത്രമൊക്കെ തുറന്നാൽ കാണുന്ന ഒരു വാർത്ത. ഇതൊക്കെ കൊണ്ടാവാം കൃഷിയിലേക്ക് ഇറങ്ങാനും പലർക്കും വിമുഖതയാണ്. പക്ഷേ കൃഷി ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ, കൃഷിയുടെ പലവിധ സാധ്യതകൾ തുറക്കപ്പെടുമ്പോൾ കൃഷിയും ഏതൊരു കോർപ്പറേറ്റ് ജോലി പോലെ ആകർഷണമുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് യുവവാണിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അങ്ങനെ കൃഷിയെ മോഡേണൈസ് ചെയ്ത, കൃഷിയെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പോലെ അല്ലെങ്കിൽ കൃഷിയെ നമുക്ക് ഏറ്റവും പ്രാപ്യമാക്കാവുന്ന രീതിയിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഉമേഷ് ദാമോദരനാണ്. ഉമേഷിനെ യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഉമേഷ് തുടങ്ങിയത് റെന്റ് ട്രീ എന്നൊരു സംരംഭമാണ്. ഇതിൻ്റെ ആശയം വളരെ പുതുമയുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു മരത്തെ ദത്തെടുക്കാം ഒരു കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലത്തേക്ക് വേണോ അത്രയും കാലത്തേക്ക് ദത്തെടുക്കാം. അതിനായിട്ടൊരു ചെറിയ ഫീ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ദത്തെടുക്കുന്ന മരം മാവാണ്, അതും അൽഫോൺസ മാവ്. ഏറ്റവും മികച്ച മാമ്പഴം എന്നറിയപ്പെടുന്ന അൽഫോൺസ മാവാണ് നിങ്ങൾ ദത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളവും വളവും ഉമേഷിൻ്റെ കമ്പനി നൽകും. നമ്മൾ ആ കൂടെ ഇതിൻ്റെ ഒരു കെയർ ടേക്കർ എന്ന നിലയിൽ നമ്മൾ ഇവിടെ നിന്ന് വിർച്വലായി ഈ മരത്തെ കാണുന്നുമുണ്ട്. അങ്ങനെ ഈ മരത്തെ അറിഞ്ഞാണ് ഒരു കൊല്ലം മുന്നോട്ട് പോകുന്നത്. ഈ മരത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ മാങ്ങയും നമുക്ക് അവകാശപ്പെട്ടതാണ്. അതിനായിട്ട് മുൻകൂറായൊരു തുക കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഒരു പുതിയൊരാശയമാണ് കൃഷിയെ എങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാം എന്നൊക്കെയുള്ള ഈ ആശയത്തിലൂന്നിയുള്ള റെന്റ് ട്രീ എന്ന ഈ സംരംഭം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമുക്ക് ചോദിച്ചു വരാം. അപ്പോൾ ഉമേഷ് കോട്ടയം പാലായിൽ നിന്നാണ് വരുന്നത്. അവിടെ പഠിച്ചു, എൻജിനീയറിംഗ് പഠിക്കുന്നു. എങ്ങനെയാണ് കൃഷിയിലേക്ക് എത്തുന്നത്? അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? അതെ, ഞാൻ 2013 എൻ്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു എഞ്ചിനീയറിംഗ് ട്യൂട്ടറായിട്ടാണ് എൻ്റെ തുടക്കം. അധ്യാപകൻ എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു ട്യൂഷൻ ടീച്ചറായിട്ടാണ് തുടക്കം. അങ്ങനെ ട്യൂഷൻ ടീച്ചർ ടേൺ ഒരു ഓൺട്രപ്രണർ ആവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2018 എൻ്റെ ഔദ്യോഗികമായ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം 2018 അതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേഷൻ കമ്പനിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു 2 ലക്ഷത്തോളം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഞാൻ സർവീസ് ചെയ്ത് ഞങ്ങൾ 5 വർഷത്തോളം കാലം അത് റൺ ചെയ്തു. അതായത് ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള എഡ്യൂടെക് പ്ലാറ്റ്ഫോം പോലെ തന്നെ ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഞങ്ങൾക്കതിനെ സ്കെയിലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും അതിനെ എന്ത് ചെയ്യേണ്ടി വന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ എത്തുകയും ആ ഒരു 2023 നിന്നും 24 ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഞാൻ ഈ എഡ്യൂടെക്കിൽ നിന്നും അഗ്രി ടെക്കിലേക്ക് വരാനുണ്ടായ ഭാഗ്യം കിട്ടിയത്. അതൊരു വലിയ മാറ്റമാണല്ലോ. അതായത് നമ്മൾ ടെക്നിക്കലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അധ്യാപനമാണ്, അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നേരെ മാറി നമ്മൾ കൃഷിത്തോട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മാറ്റം സംഭവിച്ചത്? അത് 2023 ഞങ്ങളുടെ എഡ്യൂടെക് കമ്പനി ബാംഗ്ലൂരിലായിരുന്നു. അപ്പം ഞാൻ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലുള്ള യാത്ര എപ്പോഴും കാറിലാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തവണ മറ്റൊരാവശ്യത്തിൻ്റെ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാന്റേഷനിൽ കൂടെ കയറി പോകേണ്ടി വന്നു. അപ്പോൾ അതൊരു മാംഗോ പ്ലാന്റേഷൻ ആയിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അൽഫോൺസോ മാംഗോ ട്രീകളെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അത് ഓൾറെഡി ആ പ്ലാന്റേഷൻ മൊത്തത്തിൽ ഒരു കമ്പനി ലീസിനെടുത്ത് നടത്തുകയാണ്. വളരെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരതിനെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഞാൻ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മരങ്ങളിലെല്ലാം നിറയെ മാമ്പഴം നിൽക്കുന്നു, വിളയാറായി നിൽക്കുന്ന മാങ്ങയുണ്ട്. ചില മാവുകളിലൊക്കെ ആദ്യത്തെ മാങ്ങകളൊക്കെ ഇങ്ങനെ നിറം യെല്ലോ ആയി തുടങ്ങിയിരിക്കുന്ന മാങ്ങകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതുവഴി എല്ലാം കണ്ട് അത്ഭുതപ്പെടുന്ന സമയത്ത് അവിടുത്തെ മാനേജർ എനിക്ക് അവിടുന്ന് മാവിൽ നിന്ന് തന്നെ നേരിട്ടെടുത്ത 1.5 ഡസൻ, എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നു, 18 മാംഗോസ് എനിക്ക് തന്നു വിട്ടു. അപ്പോൾ ആ മാംഗോ ആയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു, ബാംഗ്ലൂരിലെത്തുന്നു, ടീമിന് ഇത് കൊടുക്കുന്നു, എല്ലാവരും കഴിക്കുന്നു, അത്ഭുതപ്പെടുന്നു. ഇത്രയും ടേസ്റ്റുള്ള മാംഗോ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നു. അതിൻ്റെ സ്മെല്ല് ആ മുറിയിൽ അതങ്ങനെ തങ്ങി നിന്നിട്ട്
എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഫ്ലോറിൽ ഞങ്ങൾക്ക് 3 നെയ്ബറാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഓരോ മാംഗോ വീതം എൻ്റെ നെയ്ബേഴ്സിന് കൊടുത്തു. ഒരു മാങ്ങ വെച്ച് എല്ലാവർക്കും കൊടുത്തു. ഒരു മാംഗോ വെച്ച് കൊടുത്തു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് പൊതുവേ എന്താണ് ഞങ്ങൾ ബാച്ചിലർ ആയിട്ടുള്ള ഒരു ടീം അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് നെയ്ബേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചർ. അപ്പം ഞങ്ങൾക്ക് അതൊരു ആ ഒരു ബ്രേക്ക് ആ ഒരു ബാരിയറെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്നങ്ങനെ കൊടുക്കണമെന്ന് തോന്നി ഞാനങ്ങ് കൊടുത്തു. പക്ഷേ അതിൽ 2 നെയ്ബേഴ്സ് അതിനെ എന്ത് ചെയ്തില്ല, കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അവർ വാങ്ങി പക്ഷേ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഒരു നെയ്ബർ ഞങ്ങളോട് എന്ത് ചെയ്തു, അതിനോട് പറ്റി ഞങ്ങൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കത് വളരെ സന്തോഷം കിട്ടി. അപ്പോൾ അതിന് കൊണ്ടാവണം അവരെന്നെ എന്ത് ചെയ്തു, അവരുടെ ഒരു ഫാമിലിയിൽ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ നടന്ന സമയത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ എൻ്റയർ ടവറിൽ എനിക്ക് മാത്രമാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷനിൽ ചെല്ലുന്നു. അവർ നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ അവർ കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹിന്ദി അത്ര വശമില്ല. അപ്പോൾ അവരിങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാനിങ്ങനെ എന്താണ് മാംഗോസുമായി ബന്ധപ്പെട്ട ഒരാളായിട്ടാണ് എന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാങ്ങ തന്ന മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഈ ആൾക്ക് കുറേ എന്താണ് മാംഗോ ട്രീ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരോട് ബാക്കി എല്ലാവരും ഗസ്റ്റിനോട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഗസ്റ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനിയും മാംഗോ കിട്ടാൻ വഴിയുണ്ടോ, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാംഗോ തരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനും വിചാരിച്ചത് ഇനിയും തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ മാംഗോ കൊണ്ടുവന്ന് കൊടുക്കാമെങ്കിൽ അതിലൊരു ചെറിയ ബിസിനസ് സാധ്യതയുണ്ട്. കാരണം പെട്രോളിൻ്റെ കാശ് ലാഭിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഞാനിതെല്ലാം അവരോട് ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവരെൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് കൂടുതൽ മാമ്പഴം വേണം. അപ്പം ഞാൻ അവരെ ഇങ്ങനെ എൻ്റെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സ്ഥലം, അന്ന് പോയ സ്ഥലം. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ട്രീയിലെ മുഴുവൻ മാംഗോവും തരാൻ പറ്റുമോ? അപ്പം ഞാൻ ആലോചിച്ചപ്പം അത് പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല, പറ്റാവുന്ന കാര്യമാണല്ലോ. ഞാൻ എസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപയാവും? അന്ന് എൻ്റെ മനസ്സിൽ 5,000 എന്നൊന്നും വന്നു പോയി. ഞാൻ അതങ്ങ് പറഞ്ഞു പോയി. ഓക്കെ, അതിപ്പം അവരത് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു ഓക്കെ റെഡി, 5,000 rupees, ഞങ്ങൾക്ക് ഒരു ട്രീയിലെ മാംഗോ മൊത്തം വേണം. അപ്പം എന്താണ് പെട്ടെന്ന് സ്റ്റക്കായി. ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയല്ലോ, പെട്ട അവസ്ഥയായി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഏതായാലും കമ്മിറ്റ് ചെയ്ത് പോയി. അപ്പം ഞാനതായത് നോക്കാം. അപ്പം ഞാൻ 2ാമത്തെ തവണ വീണ്ടും തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ട്രീയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ട്രീയിലെ മാംഗോസ് മൊത്തം എടുത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. അപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ ഒരു ട്രീയിലെ മാംഗോ മൊത്തമാണെന്നുള്ളത് എന്ത് തെളിവിരിക്കുന്നു, അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും. അപ്പോൾ ആ സമയത്ത് ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ വല ഉപയോഗിച്ചിട്ടാണ് ഈ മാംഗോ എടുക്കുന്നത്. താഴെ വീഴാതെ ഓരോ മാംഗോയും വളരെ കെയർഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വല ഉപയോഗിച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. തോട്ടിയുടെ അറ്റത്ത് വല കെട്ടി വളരെ എന്താണ് ശ്രദ്ധിച്ചാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കൗതുകം കൊണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ എന്താണ് വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ അവർ ചോദിച്ചാൽ ഇത് കാണിച്ചാൽ മതിയല്ലോ. എക്സാക്ട്ലി അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിച്ചത് ഈ മാംഗോ ഒരു ട്രീയിലെ മുഴുവനാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നു. അവരെൻ്റെ അകത്ത് വളരെ ഇമ്പ്രസ്ഡ് ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് വ്യക്തമാകുന്നു ഇതിപ്പം മാവിൽ നിന്ന് നേരിട്ട് എടുത്ത്, നമ്മുടെ വീഡിയോയിൽ ടൈമർ വരെ ഉണ്ട്, ഇന്ന എന്താണ് ഇന്ന് ഞാൻ എടുത്ത ദിവസം തന്നെ അവർക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുവാണല്ലോ. കാരണം ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആളാണല്ലോ. അപ്പോൾ അവർക്ക് അതിനകത്ത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുന്നു. അപ്പോൾ അവർ എന്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഹാപ്പി ആവുന്നു. അപ്പോൾ അതിന് കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെന്നോട് പറയുന്നു ഞങ്ങൾക്ക് ഇനിയും വേണം. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്താണ് അടുത്ത സീസണിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഓൾറെഡി ഞങ്ങളിപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ എന്താണ് എഡ്യൂടെക് സ്റ്റാർട്ടപ്പിൻ്റെ സ്റ്റേജ് എന്തിലോട്ട് പോകുമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനിയും അവിടെ ഉണ്ടാകുമോ, ആ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുമോ, കണ്ടിന്യൂ ചെയ്യുമോ എന്നൊന്നും നമുക്ക് എന്തില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അടുത്ത വർഷത്തേന് നമ്മൾ എങ്ങനെ ഒരാളോട് കമ്മിറ്റ്മെൻറ്റ് പറയും? അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു അഡ്വാൻസ് പേ ചെയ്യാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് പേ ചെയ്യാം, പക്ഷേ അതിനെന്താണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഓക്കെ ഞാൻ പ്ലാന്റേഷനിൽ എന്താണ് സിറ്റുവേഷൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങ് അവിടെ നിന്ന് തടിയൂരി. അവിടെ നിന്നാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ കൂടുതൽ ആളുകൾക്ക് എന്താണ് ഇത് ആവശ്യം ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കിട്ടിയ മുഴുവൻ മാംഗോ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഗിഫ്റ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. ഞങ്ങളത് ഉപയോഗിച്ചു, അത് മാംഗോ കയ്യിലിരുന്ന് പഴുത്ത് വന്നു, ഞങ്ങൾ എല്ലാവരും കഴിച്ചു. ഞങ്ങൾ അതിനെ കുറച്ച് എന്ത് ചെയ്തു, ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, അവർ ഡീപ്പ് ഫ്രീസിലും വെച്ചിട്ടുണ്ട്, അവരതിനെ പൾപ്പാക്കിയിട്ടുമുണ്ട്, ബാക്കി അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗിഫ്റ്റും ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ടോട്ടലി ഹാപ്പി. അപ്പം ഞാൻ ആലോചിച്ചു ഇനി ഇതുപോലെ കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടാവും. കാരണം മലയാളികൾക്കാർക്കും ഇത്രയും താല്പര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും ഞാൻ പ്ലാന്റേഷനിൽ തിരിച്ചു വന്നിട്ട് മാംഗോസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തു, കോംപ്ലിമെൻ്ററി ആയിട്ട് മാംഗോ കൊടുത്തു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ഒരു മാംഗോ ഗ്രോവർ ആണ് എന്നുള്ള ഒരു നറേറ്റീവിലൂടെയാണ്, അങ്ങനെ ഒരു അഡ്രസ്സിലൂടെയാണ് ഇവർക്ക് എല്ലാവർക്കും ഇത് ഞാൻ കൊടുത്തത്. അതൊരു സമ്മിശ്രമായിരുന്നു റെസ്പോൺസ്. ചിലരെന്ത് ചെയ്തു, സംശയത്തോടു കൂടി നോക്കി എന്തിന് ഞങ്ങൾക്ക് തരുന്നു, കാരണം ഒരിക്കൽ പോലും മിണ്ടാത്ത, ഒരേ ലിഫ്റ്റിൽ കൂടെ ട്രാവൽ ചെയ്താൽ പോലും മുഖത്തോട് മുഖം നോക്കാത്തവർ എന്തിന് നമുക്ക് തരുന്നു. ഓക്കെ, ഇതെല്ലാം ഞാൻ ഇവർക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടു, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 പേരൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു തംസ് അപ്പ് ഒക്കെ അടിച്ചു. ആരും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം അതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു രീതി. അവിടെ ഒന്നിനും എന്തില്ല, ആർക്കും ആരോടും പ്രത്യേക കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അന്നേരമുള്ള കാര്യങ്ങളല്ലാതെ ലോങ് ടൈമിലോട്ട് ഒന്നിനും എന്തില്ല. എല്ലാവരും അവരവരുടെ കാര്യം, അവരവരുടെ തിരക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതാണ് എനിക്ക് തോന്നുന്നു ഉമേഷിനെ വ്യത്യസ്തനാക്കുന്നത്. കാരണം സാധാരണ ആൾക്കാർ ഇങ്ങനൊരു ഐഡിയ വന്നു, അത് നോക്കി അത് പരാജയപ്പെട്ടു, അപ്പോൾ പിന്നെ ആളുകൾ മനസ്സ് മടുത്തി, ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല എന്ന് വിചാരിക്കാവുന്ന സ്ഥലത്ത് പക്ഷേ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചത്. അതെ, അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ എല്ലാവരും ചോദിക്കും എന്തിനാ ഇത്രയും നേരം മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. യെസ്, ബട്ട് മൊബൈലിൽ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാംഗോ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. അതായത് വേൾഡിലെ 50% മാങ്ങയും ഉണ്ടാവുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലാതെ ഇപ്പം ഞാനൊരു മലയാളിയായിരുന്നു, ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ആ 90കളിൽ ഉണ്ടായിരുന്ന എൻ്റെ ബാല്യകാലത്ത് നാട്ടിൻപുറത്തെ മാവും അവിടുത്തെ വേനൽക്കാലവും ആ നൊസ്റ്റാൾജി അല്ലാതെ ഞാൻ ഒരു മാംഗോയെ പറ്റിയും കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല, റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന മുന്തി ഇനം മാമ്പഴങ്ങളൊക്കെ പുറത്തേക്ക്, അപ്പോഴാണ് ഈ മാങ്ങയുടെ വില എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത്രയും കാലവും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മിയാസാക്കി എന്ന് പറഞ്ഞ ഈ സെർച്ചിങ്ങിനിടയിലാണ് മിയാസാക്കി എന്ന് പറഞ്ഞ മാംഗോയെ പറ്റി കേൾക്കുന്ന പോലും. മിയാസാക്കിയാണ് വേൾഡിലെ ഏറ്റവും വില കൂടിയ മാങ്ങയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ജാപ്പനീസ് വെറൈറ്റിയാണ്. അതിന് ലക്ഷങ്ങളാണ് അതിൻ്റെ മാംഗോയുടെ വില എന്ന് പറയുന്നത്. ഇപ്പം നമ്മളത് ഓൺലൈനിൽ നോക്കുമ്പോഴും അതിന് വില കാണിക്കുന്നത് ഭയങ്കര വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പ് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സബ്ജക്റ്റ്, മാംഗോ എന്ന് പറയുന്ന സബ്ജക്റ്റ് എനിക്ക് പൊതുവേ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് എനിക്ക് പിന്നെയും എത്ര സമയം വേണമെങ്കിലും അതിനുവേണ്ടി ചിലവാക്കാൻ എനിക്ക് തോന്നുന്നു, എനിക്കതിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ആലോചിച്ച് ഇനി എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ 2024 ഒരു സീസണിന് വേണ്ടിയിട്ട് ഇതേ പ്ലാന്റേഷനിൽ തിരിച്ചു വന്നിട്ട് പ്ലാന്റേഷൻ്റെ ഓണറെ കണ്ട് സംസാരിച്ച് ഞാൻ അവിടെ നിന്നൊരു 5 ഏക്കർ ലാൻഡ് ലീസിന് വാങ്ങിച്ചു ഒരു സീസൺ. അത് മൊത്തം വലിയ പ്ലാന്റേഷൻ 100 ഏക്കറാണ്. അതിൽ 5 ഏക്കറിനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ലീസിന് വാങ്ങിച്ചു. ബാക്കി അപ്പോൾ 95% പഴയ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാനൊരു സാമ്പിൾ വെബ്സൈറ്റ്, ഒരു ബേസിക് വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ ബേസിക് വെബ്സൈറ്റിൽ ഒരു കൊമേഴ്സ് പോലെ 100 മരങ്ങളുടെ പടങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്തു. 100 അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മരം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ, എന്തായാലും നമ്മുടെ എഡ്യൂടെക്കിനെ പതിയെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യം അതിപ്പം പെട്ടെന്ന് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ആളുകളുടെ മനസ്സിലെല്ലാം ഞാനിങ്ങനെ ഒരു എഡ്യൂടെക് കമ്പനി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ പറയുവാണ് ഇങ്ങനെ മാവിൻ്റെ കഥ. ഓക്കെ, ഇനി നീ മാങ്ങ കച്ചവടത്തിലോട്ട് ഇറങ്ങുകയാണ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മൊത്തത്തിൽ റിജക്ഷനാണ്. അപ്പം ആളുകൾക്ക് ആദ്യമൊക്കെ ആളുകൾ അതിന് നല്ല പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈമിലും അതിനകത്ത് ഈ സ്റ്റോറിയിൽ ഇതെങ്ങനെ നടക്കും, അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫേസ് ചെയ്ത കാര്യം, ഇതൊക്കെ പഴയ കാലങ്ങളിൽ 90കളിൽ അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ
ഈ നാട്ടിൻപുറത്ത് പല രീതിയിലും സ്കാമുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കാമുകളാണോ എന്ന് എന്ത് ചെയ്യും ആളുകൾക്ക് തോന്നാൻ ഇടയുണ്ട്. പണ്ട് നമ്മൾ ആട് മാഞ്ചിയം ആട് തേക്ക് മാഞ്ചിയം എന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ഇതും അതേപോലെ എന്ത് ചെയ്യും, ആളുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ചു. കാരണം ഇനിയിപ്പം ഇതിനെ എങ്ങനെയാണ് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റുക, മാറ്റാൻ പറ്റുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊരു ലോങ് ടേമിലോട്ട് തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്താലേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അയച്ചു. എൻ്റെ 20 സുഹൃത്തുക്കൾ ഇതിൻ്റെ അകത്ത് താല്പര്യം കാണിച്ചു. അതേ 5000 രൂപ ഓക്കെ അവർ ഈ 20 പേര് എനിക്ക് എന്ത് ചെയ്തു, അയച്ചു തരുന്ന എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ്. അപ്പം അന്ന് ഈ 1 ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. ആ 20 പേരാണ് ആദ്യം ധൈര്യപൂർവ്വം മുന്നോട്ട്. അതെ, അപ്പം അവരിൽ അതെൻ്റെ വെൽ വിഷേഴ്സാണ്. ഓക്കെ, അപ്പം ഞാനൊരു 100-ലധികം ആളുകളോട് സംസാരിച്ചപ്പോഴാണ് ഈ 20 പേരെന്ത് ചെയ്ത് ഇതിന് ഓക്കെ ആയത്. അപ്പോൾ അതിൽ എനിക്ക് കോൺഫിഡൻസ് വന്നു, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ആ വർഷം ട്രൈ ചെയ്ത് നോക്കുന്നു. ഇവർക്കെല്ലാവർക്കും ഞാൻ മാംഗോ എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഞാൻ അവരോട് ആദ്യം പറഞ്ഞതുപോലത്തെ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, സാറ്റിസ്ഫൈ ആയില്ല. കാരണം ഇതിൻ്റെ ലോജിസ്റ്റിക്സ് ഒന്നും ഒട്ടും എളുപ്പമായിരുന്നില്ല. മാങ്ങ അയച്ചു കൊടുക്കാൻ ഇപ്പം അയച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കൊറിയർ കമ്പനി പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പാക്കിംഗ് പറ്റില്ല, ഇങ്ങനത്തെ പാക്കിംഗ് പറ്റില്ല. ഓക്കെ, അതിൻ്റെ അകത്ത് കച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ പറ്റില്ല, മാംഗോ പഴുത്തതാണെങ്കിൽ ഞാൻ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പലർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് എന്ത് ചെയ്തത്, ഇത് നേരിട്ട് എന്ത് ചെയ്തത്, എത്തിച്ചു കൊടുത്തത്. എനിക്ക് ആദ്യ ഇതിൽ തന്നെ US ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ US ഒരു കസ്റ്റമർ ഇത് ബുക്ക് ചെയ്തത് അത് തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ആശ്രമത്തിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശ്രമത്തിലേക്കാണ് എന്ത് ചെയ്തത്, ഇത് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആശ്രമത്തിലേക്ക് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഇത് ഇത്രയും മാംഗോ അങ്ങോട്ട് കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 രൂപ കൂടുതലാണ്. അതിൻ്റെ വിലയേക്കാളും നമ്മൾ വാങ്ങിച്ച വിലയേക്കാൾ കൂടുതൽ വരും കൊറിയറായിട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ എന്താണ് ബസ്സിൽ കയറ്റി ഞാൻ തന്നെ തോളിൽ വെച്ച് ചുമന്ന് അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഒരു ആശ്രമമാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവർ തന്ന വെൽക്കം ഭയങ്കര വലുതായിരുന്നു. അന്ന് അവിടെ ഒരു പൂജ നടക്കുന്ന സമയമാണ്. അതായത് അന്നത്തെ ആ പൂജയ്ക്ക് ഈ മാംഗോ കൊടുക്കാമെന്നാണ് ഈ US കസ്റ്റമർ എന്ത് ചെയ്തിരുന്നത്, കമ്മിറ്റ് ചെയ്തിരുന്നത്. എങ്ങാനും അന്നത്തെ ദിവസം മാറിപ്പോയിരുന്നെങ്കിൽ ആ കസ്റ്റമറിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്ക് പാലിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അന്നത് പാലിച്ചപ്പോൾ അതിനെ ലൈവ് സ്ട്രീം ചെയ്തവർ. അപ്പോൾ അങ്ങനെ അതിന് US വളരെയധികം എന്ത് കിട്ടി, പോപ്പുലാരിറ്റി കിട്ടി. അപ്പോൾ അന്ന് എന്നെ അവർ ട്രീറ്റ് ചെയ്തത് എനിക്ക് അത്ഭുതകരമായിരുന്നു അന്നത്തെ അവരുടെ ട്രീറ്റ്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ അന്ന് അവിടെ സ്റ്റേ ചെയ്താണ് എന്ത് ചെയ്തത്, അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. പലപ്പോഴും പറയാറുണ്ട് ഈ വിശ്വാസമാണ് ഒരു സംരംഭത്തിന്റെ കാതൽ. അതെ. അപ്പോൾ അങ്ങനെ ആ കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞപ്പോഴാണ് ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. കസ്റ്റമറുടെ ട്രസ്റ്റിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാടകയ്ക്കൊരു മാവെടുക്കാം റെന്റ് എ ട്രീ എന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഉമേഷ് ദാമോദരനുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.